നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒരിക്കലും മറക്കില്ല. ഞങ്ങളോട് ക്ഷമിക്കും മോളെ. മനസ്സ് നിറഞ്ഞു തന്നെ ഞാൻ പറയുന്നത്. ഒരിക്കലും ദൈവം നിന്നെ കൈവിടില്ല. നിനക്കെന്നും നല്ലതേ വരും മോളെ. ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് വല്യമ്മ എനിക്കിപ്പോഴും ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നു. വല്യച്ഛനും വല്യമ്മയും എന്നോടും എന്റെ കുടുംബത്തോടും ചെയ്തതൊക്കെ മറന്നിട്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്ന ഒരു ഭീരുവായിട്ട് എന്നെ കാണണ്ട. മരിച്ചാലും മറക്കാനാവാത്ത എത്ര ദ്രോഹങ്ങളാ നിങ്ങൾ എന്നോട് ചെയ്തിട്ടുള്ളത്. എന്റെ സേതുവേട്ടനെ ഏറ്റവും കൂടുതൽ വഴി തെറ്റിച്ചിട്ടുള്ളത് വല്യച്ഛനും. എന്നിട്ടും ഒരു ആവശ്യം വന്നാ വല്യച്ഛനോടാ അമ്മ ഓരോന്നും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവിടെ ഞങ്ങളുടെ പതനം മാത്രമായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം. എന്തിന് ഇപ്പോ എന്റെ ഈ സ്ഥാനത്ത് വല്യച്ഛനോ വല്യമ്മ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നീക്കമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരാളെ കയത്തിലേക്ക് തള്ളിവിടാൻ എളുപ്പമാണ് വല്യച്ഛ, പിടിച്ചു കയറ്റാൻ വലിയ പാടാ. അവസാനം എന്നെ തള്ളിയിടാൻ വേണ്ടി വല്യമ്മ ചെയ്ത ചതിയിൽ നിന്നും ദൈവം എന്നെ പിന്നെ രക്ഷിച്ചത്. വല്യമ്മ വല്യച്ഛ, ഞാനൊരു സഹായം ചെയ്തിട്ട് വിളിച്ചു പറയുന്നതല്ല. ഇപ്പോഴെങ്കിലും ഇതൊക്കെ എനിക്ക് പറയണമെന്ന് തോന്നി. ഒന്നിനും പകരമാവില്ല വല്യമ്മ. അവസാനം കരയാനേ രക്തബന്ധത്തിലുള്ളവർ പോലും കാണില്ല. ഇനിയെങ്കിലും നിങ്ങൾ രണ്ടുപേരും നല്ലവരായിട്ട് ജീവിക്കാൻ നോക്കണം. ആർക്കു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്? സ്വന്തം മക്കൾക്ക് വേണ്ടിയാ? നിങ്ങളുടെ രണ്ട് മക്കളുടെയും ഭാവി ഞാനാണോ ഇല്ലാതാക്കിയത്? അത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. പ്രതീക്ഷ പ്രാർത്ഥനയെ ചതിച്ചതുകൊണ്ടാ ഞാൻ ഇടപെട്ടത്. പല്ലവിയുടെ കല്യാണം ഞാൻ കാരണമല്ല നടന്നതെന്നും നിങ്ങൾക്കറിയാം. പിന്നെ എന്തിനാ വല്യമ്മ എന്നോട് ഇത്രയും വൈരാഗ്യം കാണിച്ചത്? എല്ലാം ഞങ്ങളുടെ തെറ്റ് തന്നെയാ മോളെ. നോക്ക്, നിറഞ്ഞ മനസ്സോടെയാ ഞാൻ നിന്നെ മോളെ എന്ന് വിളിച്ചത്. എല്ലാത്തിനും നീ ഞങ്ങൾക്ക് മാപ്പ് തരണം. അതെ മോളെ, ഇനി മുതല് ഈ വല്യമ്മയും വല്യച്ഛനും നിന്റെ നന്മ മാത്രമേ ആഗ്രഹിക്കൂ. അതിനു മാത്രം നീ ഞങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞു. എല്ലാത്തിനും ഞാൻ നിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാ. എന്താ ഈ കാണിക്കുന്നേ? സോറി മോളെ. വല്യമ്മ ഇത് സാരമില്ല, ഓട്ടെ. ഇല്ല വല്യമ്മ, വല്യച്ഛമ്മ വല്യമ്മ വാ.
വലിച്ച താക്കോലിങ്ങതാ. നിങ്ങൾ കയറിക്കോ, ഞാൻ പോട്ടെ. ശരി മോളെ. ശരി. കോടികളുടെ ഇടപാടിന്റെ പുറത്താ വിജയപത്മന്റെ വീട് ആരോ കൈക്കലാക്കി വെച്ചിരിക്കുന്നത്. ഇതിപ്പോ നീ അവിടെ ചെന്ന് എന്ത് ചെയ്തിട്ടാ അയാൾക്ക് വീട് തിരികെ വാങ്ങി കൊടുത്തത്? ഞാൻ പറഞ്ഞല്ലോ ആന്റി, നേരായ വഴി എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം ഞാൻ ആ വഴി തന്നെ ഒന്ന് പോയി നോക്കി. അതുകൊണ്ട് ഫലവും കണ്ടു. എന്തോ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഭാവനയ്ക്ക് കള്ളം പറഞ്ഞിട്ടൊന്നും നേടാനില്ലല്ലോ അമ്മേ. എന്തായാലും അവർക്ക് അവരുടെ വീട് തിരിച്ചു കിട്ടിയില്ലേ. ഒടുവില് ഭാവന തന്നെ അവിടെയും സഹായത്തിന് വേണ്ടി വന്നു. ഞാനായിരുന്നെങ്കിൽ പിന്നെ അവരൊന്നും തിരിഞ്ഞു പോലും നോക്കില്ലായിരുന്നു ആന്റി. എന്റെ സ്ഥിതി അങ്ങനെയൊക്കെ തന്നെയാ. അതാണ് അമ്മേ ഞാൻ പറയാറുള്ളത്, ഭാവനയാവാൻ മറ്റൊരാൾക്ക് പറ്റില്ല. നേര് പറഞ്ഞ ഭാവനയുടെ അനുഭവങ്ങളും അതിജീവനങ്ങളും ഒരു സിനിമയ്ക്കുള്ള കഥയുണ്ട്. മിക്കവാറും സിനിമകളും രചനകളും ഒക്കെ പലരുടെയും അനുഭവങ്ങൾ തന്നെയാണെങ്കിലേ. എന്റെ കൺമുമ്പിൽ ശരിയെന്ന് തോന്നുന്നത് എന്തായാലും ഞാൻ ഇടപെടും. ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ അങ്ങനെ ഒരാളായി പോയി. ജയ, ഭാവനയെ ഒതുക്കാൻ നോക്കിയവരെല്ലാം സ്വയം ഒതുങ്ങിപ്പോയതിന്റെ പിന്നില് ഭാവനയുടെയും മനസ്സാ. ശത്രുവിനെ പോലും ചേർത്ത് പിടിക്കാൻ ഭാവനയ്ക്കല്ലാതെ മറ്റാർക്കും പറ്റില്ല. എന്നോട് ചെയ്തതിനും കാണിച്ചതിനും ഒക്കെ വെല്ലച്ചനും വെല്ലമ്മയ്ക്കും നല്ല കുറ്റബോധം ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് കളങ്കമില്ലാതെ രണ്ടാളും വിഷമിക്കുന്നത് ഞാൻ കണ്ടു. സൂക്ഷിക്കണം ഭാവന. ചിലപ്പോ ഈ കാണിച്ചതൊക്കെ വെറും അഭിനയമാണെങ്കിലോ വിശ്വസിക്കാൻ പറ്റില്ല. ഒരിക്കലും ഇല്ല സൂര്യ. അത്രത്തോളം ഹൃദയമില്ലാത്തവരാവാൻ ഇനി അവർക്ക് രണ്ടാൾക്കും കഴിയില്ല. അത്രത്തോളം അനുഭവിച്ചു. ഭാവന അവിടെ പോയതിലോ ഒത്തുതീർപ്പാക്കിയതിലോ ഒന്നും അല്ല പ്രശ്നം. ഇനി ഇതിന്റെ പേരില് നിന്നെ ആരെങ്കിലും തിരക്കി വരുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഒരിക്കലും വരില്ല ആന്റി. ഞാൻ നിയമത്തിന്റെ സഹായം തേടിയിട്ടാ അവിടേക്ക് പോയത്. SI അജിത് സാറ് കൃത്യമായിട്ട് അവിടെ വന്നു. നേര് പറഞ്ഞ വല്യച്ഛന്റെ വീട് കൈയടക്കി വെച്ചവര് വിറച്ചോണ്ടാ താക്കോല് തിരികെ കൊടുത്തത്. ചില പ്രശ്നങ്ങൾ നമ്മൾ എത്ര ശ്രമിച്ചാലും ഒത്തുതീർപ്പാക്കാൻ പറ്റില്ല. എന്നാ ചിലതൊക്കെ നമ്മൾ വിചാരിക്കുന്നതിലും നേരത്തെ തന്നെ ഒത്തുതീർപ്പാക്കാനും പറ്റും.